ഹായ് എവരി വൺ, നമ്മളിന്ന് ഗേറ്റ് 2023യുടെ ആൻസർ കീ സൊല്യൂഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർനൂൺ സെഷൻ്റെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് SSD? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു SSD എന്നാണ് ചോദിക്കുന്നത്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് to come to stop plus distance traveled during perception reaction time, braking distance required to come to stop minus distance traveled during the perception reaction time, braking distance required to come to stop distance traveled during perception reaction time. എന്തായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത്? സോ ദ ആൻസർ ഈസ് എ അല്ലേ? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് ടു കം ടു സ്റ്റോപ്പ് പ്ലസ് ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം. ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് ടു കം ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? നമുക്കതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ SSD എന്താണ്? ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്താണ്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് ടു കം ടു സ്റ്റോപ്പ്, ജസ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇതിനകത്ത് ലാഗ് ഡിസ്റ്റൻസ് ഇല്ല. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ലാഗ് ഡിസ്റ്റൻസ്. സോ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് SSD കിട്ടുന്നത്. ദാറ്റ് ഈസ് ദിസ് ഇസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഇസ് ലാഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. SSD ഈസ് ഈക്വൽ ടു 0.278 VT പ്ലസ് V²/254 F പ്ലസ് ഓർ മൈനസ് S അല്ലേ? ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്, ലാഗ് ഡിസ്റ്റൻസിൻ്റെയും ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. As per Indian Road Congress guideline, that is IRC 86/2018, extra widening depend upon which of the following parameters? ആ ഒരു എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഹൊറിസോണ്ടൽ കർവ് റേഡിയസ്, സൂപ്പർ എലിവേഷൻ, നമ്പർ ഓഫ് ലെയിൻസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്തേക്കുന്നത്? സോ ദ ആൻസർ ഈസ് A and C അല്ലേ? ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ. എത്ര ആൻസേഴ്സ് വേണമെങ്കിലും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പിക്ക് ചെയ്യണം അല്ലേ? സോ നമുക്ക് നോക്കാം. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അനുസരിച്ച് ചോദിച്ചേക്കുന്നത് എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ ഇക്വേഷൻസ് എഴുതി നോക്കാം. എക്സ്ട്രാ വൈഡനിങ് WE ഈസ് ഈക്വൽ ടു NL² NL²/2R പ്ലസ് V/9.5 √R അല്ലേ? സോ WE ഈസ് പ്രപ്പോർഷണൽ ടു N എന്നും എഴുതാം, WE ഈസ് പ്രപ്പോർഷണൽ ടു 1/R എന്നും എഴുതാം. സോ ദിസ് ഈസ് R, റൈറ്റ്, ആൻഡ് നമ്പർ ഓഫ് ലൈൻസ് N. ഒബ്വിയസ്ലി നമ്മുടെ എക്സ്ട്രാ വൈഡനിങ് ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി consider the Marshall method of mix design for bituminous mix. With the increase in bituminous content, which of the following statement is true? അല്ലെങ്കിൽ which of the following statement are true? There are ഒന്നുകിൽ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാകാം അല്ലേ? Stability decreases initially and then increases. Flow increases monolithically. Air void increases initially and then decreases. Void filled with bitumen excuse me, voids filled with bitumen increases monolithically. ഏതാണ് കറക്റ്റ്? ഓക്കെ, ദ ആൻസർ ഈസ് B and D അല്ലേ? എങ്ങനെയാണെന്ന് നമുക്ക് ആ ഗ്രാഫ് വരച്ചൊന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ഇത് നോക്കാം. ഫ്ലോ ഇൻക്രീസസ് മോണോലിത്തിക്കലി, അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ,
ഞാൻ ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. ഫ്ലോ ഇൻക്രീസസ് മോണോലിത്തിക്കലി എങ്ങനെ വരും എന്ന്. ദിസ് ഇസ് പെർസെൻറ്റേജ് ബിറ്റുമിൻ ആൻഡ് ദിസ് ഇസ് ഫ്ലോ. ഫ്ലോ ഇൻക്രീസസ് മോണോലിത്തിക്കലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. നെക്സ്റ്റ്, വോയിഡ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ ഇൻക്രീസസ് മോണോലിത്തിക്കലി. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാത്തിലും എക്സ് ആക്സിസ് പെർസെൻറ്റേജ് ബിറ്റുമിൻ ആണ് അല്ലേ? പെർസെൻറ്റേജ് ബിറ്റുമിൻ, പിന്നെ ഓയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ. അവർ പറഞ്ഞേക്കുന്ന ഓയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ ഇൻക്രീസസ് മോണോലിത്തിക്കലി. സോ അതെങ്ങനെ വരും? ഇൻക്രീസസ് മോണോലിത്തിക്കലി. സോ ഇത് രണ്ടും കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഇനിഷ്യലി ദെൻ ഇൻക്രീസസ്. നമുക്ക് സ്റ്റെബിലിറ്റിയുടെ കർവ് വരച്ച് നോക്കാം. ഞാൻ സ്റ്റെബിലിറ്റിയുടെ കർവാണ് വരയ്ക്കുന്നത്. ദിസ് ഇസ് പെർസെൻറ്റേജ് ബിറ്റുമിൻ. ഓക്കെ, ദിസ് ഇസ് പെർസെൻറ്റേജ് ബിറ്റുമിൻ ആൻഡ് ദിസ് ഇസ് സ്റ്റെബിലിറ്റി. അപ്പം സ്റ്റെബിലിറ്റിയുടെ കേസ് എങ്ങനെ വരും? ഇങ്ങനെ വരും. അതൊരിക്കലും ഓപ്ഷൻ എ കറക്റ്റ് അല്ല. ഇനി ഒരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ, എയർ വോയിഡ്സിൻ്റെ കാര്യം. നമുക്ക് എയർ വോയിഡ്സും കൂടെ ഒന്ന് വരച്ച് നോക്കാം. എയർ വോയിഡ്സ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ദാറ്റ് ഇസ് പെർസെൻറ്റേജ് ബിറ്റുമിൻ ആൻഡ് എയർ വോയിഡ്. ഓക്കെ, അപ്പം എയർ വോയിഡ് എങ്ങനെ വരും? ഇങ്ങനെ വരും. കണ്ടോ, അവർ പറഞ്ഞേക്കുന്നത് ഇൻക്രീസസ് ഇനിഷ്യലി എന്ന്, ഒരിക്കലും അല്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ മാർഷൽ മെത്തേഡ്. അതിൻ്റെ റിസൾട്ട്സ് തന്നെയാണ് ഇവർ ഈ ചോദിച്ചേക്കുന്നത് അല്ലേ? റിസൾട്ട്സ് ആണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഫ്ലോ ഇൻക്രീസസ് മോണോലിത്തിക്കലി ആൻഡ് ഓയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ ഇൻക്രീസസ് മോണോലിത്തിക്കലി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ സൈസ് ഓഫ് ദ ഗ്രൗണ്ട് ഏരിയ ഈസ് 6 kilometer by 3 kilometer and the corresponding photo size in the aerial photograph is 30 centimeter by 15 centimeter, then the scale of the photograph is 1:2. ചോദിച്ചേക്കുന്ന സ്കെയിൽ ഓഫ് ദ ഫോട്ടോഗ്രാഫ് ഈസ് 1:2 ഡാഷ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻറ്റിജറിലാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റും? ആൻസർ നോക്കാം. ഓക്കെ, സോ ഗ്രൗണ്ട് ഫോട്ടോ. ഓക്കെ, എനിക്ക് ഗ്രൗണ്ട് ഫോട്ടോ ആയിട്ട് ഞാൻ രണ്ടായിട്ട് എടുക്കുവാണ്. 6 kilometer ഓൺ ദ ഗ്രൗണ്ട് കാണിക്കുന്നത് 30 centimeter ഓൺ ദ ഫോട്ടോ. പിന്നെ എന്താണ് 3 kilometer എങ്ങനെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു? 15 centimeter. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്കെയിൽ ഓഫ് ദ ഫോട്ടോഗ്രാഫാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് സ്കെയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഞാനിത് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. 630 ആൻഡ് 3 kilometer, ദാറ്റ് ഇസ് 15 centimeter. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്കെയിലാണ്. സ്കെയിൽ ഈസ് ഈക്വൽ ടു ഫോട്ടോ ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഫോട്ടോ ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഇതാണ് സ്കെയിൽ. ഫോട്ടോ ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഫോട്ടോ ഡിസ്റ്റൻസ് എത്ര പറഞ്ഞേക്കുന്നത്? 30 centimeter. ദാറ്റ് ഈസ് 30 centimeter ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് 6 kilometer. അപ്പോൾ ഞാൻ ഒരേ സ്കെയിലാക്കുവാണ് കേട്ടോ. 30 centimeter ബൈ 6 kilometer ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നു. 6 centimeter. ദാറ്റ് ഈസ് എനിക്ക് ആൻസർ കിട്ടുന്ന 1/. ദിസ് ഇസ് മൈ ആൻസർ. സോ ആൻസർ ചോദിച്ചേക്കുന്ന 1:2. അപ്പം ആൻസർ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? 1:2. This is the answer. Okay. Next നോക്കാം. A delivery agent is at a location R. To deliver the order, she is instructed to travel. ഒരു ഡെലിവറി ലൊക്കേഷൻ, നമ്മൾ ഡെലിവറി എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യില്ലേ ഫുഡ്. സോ ആ ഒരു ഡെലിവറി ഏജൻറ്റ് ലൊക്കേഷൻ ആറിൽ നിൽക്കുവാണ്. ടു ഡെലിവർ ദ ഓർഡർ ഷീ ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ട്രാവൽ ടു ലൊക്കേഷൻ പിയിലേക്ക് അയാൾക്ക് പോകണം അല്ലേ? അപ്പോൾ കൊച്ചിയിൽ നിന്നാണെങ്കിൽ കടവന്ത്രയിൽ നിന്ന് കലൂരിൽ പോകണം എന്ന് പറയുന്ന പോലെ. അലോങ് ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഓഫ് RCCA, AB ആൻഡ് BP ഓഫ് 5 kilometer ഈച്ച്. ദ പാത്തിന് RCCA, AB ആൻഡ് BP എല്ലാത്തിനും 5 kilometer ഈച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
The direction of each path is given in the table below as a whole circle bearing. കണ്ടോ, WCB bearing ആയിട്ട് ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, assume that latitude എല്ലാം departure D of R is 0 kilometer. What is the latitude and departure of P in kilometer rounded to 1 decimal place? ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ആണ് ചോദിച്ചേക്കുന്നത്. എന്ത് ആൻസർ ചെയ്തു? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, പറഞ്ഞേക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ ആർ ഈ 0 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആറിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഓഫ് ആറും 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർച്ചർ ഓഫ് ആറും 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്, നമുക്ക് ഡൗട്ടൊന്നും ഇല്ല അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഞാൻ എൻ്റെ പോയിൻ്റ് പിയുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും എങ്ങനെ എഴുതുന്നു? ലാറ്റിറ്റ്യൂഡ് ഓഫ് പി ഈസ് ഈക്വൽ ടു ലാറ്റിറ്റ്യൂഡ് ഓഫ് ആർ പ്ലസ് എന്താണ്, സം ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ ട്രാവേഴ്സ്. അതിനെ ഞാൻ സിഗ്മ എൽ അല്ലെങ്കിൽ ഡെൽറ്റ സിഗ്മ എൽ എന്ന് കിടന്നോട്ടെ. ഓക്കെ, സിഗ്മ ഡെൽറ്റ എൽ എന്ന് കിടന്നോട്ടെ, സിഗ്മ ഡെൽറ്റ എൽ എന്ന് കിടന്നോട്ടെ. ഇനി പിയുടെ ഡിപ്പാർച്ചർ ഓഫ് ദ പി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിപ്പാർച്ചർ ഓഫ് ആർ പ്ലസ് സം ഓഫ് ദ ഡിപ്പാർച്ചേഴ്സ് ഓഫ് ആർ. ഇങ്ങനെയാണ് ഞാൻ പോയിന്റ് പി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിപ്പാർച്ചറിൻ്റെയും ഇക്വേഷൻ എഴുതുവാണ്. ലാറ്റിറ്റ്യൂഡ് ഓഫ് പി ഈസ് ഈക്വൽ ടു, ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഓഫ് ആർ 0 ആണ് പ്ലസ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ആർ 0 ആണ് പ്ലസ് കണ്ടോ ആർ സിക്ക് 5, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എൽ കോസ് തീറ്റ. അപ്പോൾ 5 കോസ് 120, 5 കോസ് 120 പ്ലസ് 5 കോസ് 0, 5 കോസ് 0 പ്ലസ് ഓക്കെ 5 കോസ് 90യും 5 കോസ് 240യും. 5 cos 90 പ്ലസ് 5 cos 240. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ എനിക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, 0 എന്ന് കിട്ടും. ഇനി ഞാൻ ഡിപ്പാർച്ചറിൻ്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എൽ സൈൻ തീറ്റ വരും അല്ലേ. സോ ഡിപ്പാർച്ചർ ഓഫ് പി ഞാൻ കണ്ടുപിടിക്കുക. ഡിപ്പാർച്ചർ ഓഫ് ആർ എനിക്ക് എന്തുണ്ട്? 0 ഉണ്ട്. പ്ലസ് ഈ സെയിമിൽ ഞാൻ 5 സൈൻ 120 പ്ലസ് 5 സൈൻ 0 പ്ലസ് 5 സൈൻ 90 പ്ലസ് 5 സൈൻ 20 240 ആണ് കേട്ടോ. ഇത് 240 ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരും? ദാറ്റ് ഇസ് 5 വരും. ദാറ്റ് ഈസ് ലാറ്റിറ്റ്യൂഡ് ഓഫ് പി ഈസ് 0 ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് പി ഈസ് ഈക്വൽ ടു 5. ഇതാണ് എന്നോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. കണ്ടോ, ലാറ്റിറ്റ്യൂഡ് ഓഫ് 0 ആൻഡ് 5. ഇസ് ഇറ്റ്? ഓപ്ഷൻ ബി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദ സൺ ഫോർ എ ലൊക്കേഷൻ അറ്റ് noon ഈസ് 183 degree 30 minutes. ദാറ്റ് ഇസ് സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദ സൺ ഫോർ എ ലൊക്കേഷൻ അറ്റ് noon ഈസ് 183 degree 30 minutes. If the sun is exactly on the geographical meridian at noon. സൺ എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സാക്ട്ലി ഓൺ ദ ജോഗ്രാഫിക്കൽ മെറിഡിയൻ ആണ്. എപ്പോൾ? അറ്റ് noon. ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഓഫ് ദ ലൊക്കേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. 3 degree 30 minute വെസ്റ്റ്, 3 degree 30 minute ഈസ്റ്റ്, 93 degree 30 minute വെസ്റ്റ് ആൻഡ് 93 degree 30 minute ഈസ്റ്റ്. എന്താണ് വരുന്നത്? നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. സിംപലൈസ് ചെയ്യുന്നു. ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ട്രൂ ബെയറിംഗ് എത്രയാണ്? സൺ ഈസ് എക്സാക്ട്ലി ഓൺ ദ ജോഗ്രാഫിക്കൽ മെറിഡിയൻ അറ്റ് noon. ദാറ്റ് ഈസ് ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു 180 degree. മാഗ്നറ്റിക് ബെയറിംഗ് പറഞ്ഞിട്ടുണ്ട് 183 degree 30 minutes പ്ലസ് ഡെൽറ്റ. അപ്പോൾ എനിക്ക് ഡെൽറ്റ എത്ര കിട്ടും? മൈനസ് 30 degree 3 degree 30 minutes.
ഇതാണ് എൻ്റെ ഡെൽറ്റ കിട്ടിയേക്കുന്നത്. അപ്പോൾ വീണ്ടും പ്രശ്നമായി. ക്വസ്റ്റ്യനിൽ 3 ഡിഗ്രി 30 മിനിറ്റ് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണോ 3 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണോ? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈസ്റ്റ് ഡിക്ലിനേഷൻ പോസിറ്റീവ് എന്നും വെസ്റ്റ് ഡിക്ലിനേഷൻ നെഗറ്റീവ് എന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഈ ഡിക്ലിനേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് എന്ന് എഴുതാൻ പറ്റും. 3 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ സിസ്റ്റം ഓഫ് കോപ്ലനാർ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് പി ഈസ് ഡാഷ് ന്യൂട്ടൺ. റൗണ്ടഡ് ടു 1 ഡെസിമൽ പ്ലേസ് ആണ് ചോദിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഇതിൽ അവർ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. സോ ഞാൻ ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ സപ്പോർട്ട് പി. ഈ ഒരു സപ്പോർട്ട് പിയിലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് എന്നോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ഇതിനെ റിസോൾവ് ചെയ്ത് എഴുതുവാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനെ റിസോൾവ് ചെയ്ത് എഴുതുക. At support P, I am taking as VP. Okay. Now at support Q, I am taking as VQ. Okay. Now ഈ 200 കിലോന്യൂട്ടനെ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. 200 കിലോന്യൂട്ടൺ. പിന്നെന്താണ്? ആ ഒരു 500 കിലോന്യൂട്ടനെ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് റിസോൾവ് ചെയ്ത് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് 500 sin 60. ദിസ് ഈസ് 500 sin 60 എന്ന് വരും അല്ലേ? 500 sin 60 വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് 433.01 ന്യൂട്ടൺ എന്ന് കിട്ടും. 433.01 ന്യൂട്ടൺ. ഓക്കെ, ഇനി മറ്റേ കമ്പോണൻ്റ് എന്താണ്? 500 cos 60. ദാറ്റ് ഈസ് അതെനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 500 cos 60 ആയിട്ട് തന്നെ എടുക്കുകയാണ്. 500 cos 60. ഓക്കെ, ഇനി ഞാൻ ആ ഡിസ്റ്റൻസും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ദിസ് ഈസ് 2 മീറ്റർ. 2 മീറ്ററുമാണ്. ആൻഡ് ദിസ് ഈസ് 1.5 മീറ്റർ. പിന്നെ നമ്മുടെ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഒരു 100 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് 0.5 മീറ്റർ. അതിനെ ഞാനും റിസോൾവ് ചെയ്ത് എഴുതുകയാണ് ഒരു മൊമെൻ്റ് ആയിട്ട്. 100 ഇൻറ്റു നോക്കൂ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 100 ഇൻറ്റു 0.5. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 50 ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. ഓക്കെ, ഇനി ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. 1 മീറ്ററും 1.5 മീറ്ററും. ഇത്രയും ഓക്കെയാണ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റുവാണ്. എനിക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യം ഇനിയില്ല. ഞാനത് റിസോൾവ് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇതാണ് ഞാൻ എൻ്റെ റിസോൾവ് ചെയ്ത് എഴുതി. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വി പി ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് പി. സോ ഞാൻ ആദ്യം സിഗ്മ എം ബി, ഓക്കെ, മൊമെൻറ്റ് അറ്റ് പി 0 ആയിട്ട് എഴുതുക. സിഗ്മ എം ബി 0 ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വരും?
433.01, it is in clockwise direction multiplied by 2 meter. So 433.01 multiplied by 2 meter. Okay. ഇനി ആ മൈനസ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, ഇത്രയും ഓക്കെയാണ്. ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. 433.01 മൾട്ടിപ്ലൈഡ് ബൈ 2 മീറ്റർ. അടുത്ത 200 കിലോ ന്യൂട്ടനെ ഞാൻ നോക്കുവാണ്. 200 കിലോ ന്യൂട്ടൺ ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 + 1.5 മീറ്റർ ഫ്രം പി അല്ലേ. സോ 200 കിലോ ന്യൂട്ടന് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് എടുത്തു. 200 × 3.5. 3.5 എനിക്ക് എങ്ങനെ വന്നു? 2 + 1.5 ഈസ് 3.5. ഇനി അടുത്ത ഞാൻ ഈ മൊമെൻറ്റിനെ എടുക്കുവാണ്. ഓക്കെ, 50 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അത്രയും ഓക്കെയാണ്. ഇനി എനിക്ക് ഒരു റിയാക്ഷനും കൂടെ ഉണ്ട്, വി ക്യു. വി ക്യു എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കൂ. വി ക്യു ഈസ് ആക്ടിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് മൈനസ് വി ക്യു ഇൻറ്റു ആ ഡിസ്റ്റൻസ് എനിക്ക് എങ്ങനെ വരും? 2 + 1.5 + 1 + 1.5. ദാറ്റ് ഈസ് മൈനസ് വി ക്യു ഇൻറ്റു എനിക്ക് എന്തെടുക്കാം? 6 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എനിക്ക് വി ക്യു എത്ര കിട്ടും? ഇതിൽ നിന്ന് എനിക്ക് വി ക്യു എത്ര കിട്ടും എന്ന് വെച്ചാൽ 36 ന്യൂട്ടൺ എന്ന് കിട്ടും. വി ക്യു എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്നോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് വി പി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ ഞാൻ സിഗ്മ എഫ് വി 0 ആയിട്ട് എടുക്കുക. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സസിനെ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വി പി പ്ലസ് വി ക്യു പ്ലസ് 200. ഇതെല്ലാം അപ്വേർഡ് ഫോഴ്സസ് ആണ്. വി പി പ്ലസ് 200 പ്ലസ് വി ക്യു. കണ്ടോ, വി പി പ്ലസ് 200 പ്ലസ് വി ക്യു, ഇതെല്ലാം അപ്വേർഡ് ഫോഴ്സസ് ആണ്. ഇനി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും? ആകെ ഉള്ള ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 433.01 ആണ് അല്ലേ. 433.01. അപ്പോൾ എനിക്ക് വി പി കിട്ടി. ദാറ്റ് ഈസ് 197.01 ന്യൂട്ടൺ. സോ എന്നോട് ചോദിച്ച ആൻസർ എന്താണ് നോക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് പി ഈസ് 197.01 ന്യൂട്ടൺ. റൗണ്ടഡ് ടു 1 ഡെസിമൽ പ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇനി അപ്പോൾ എനിക്ക് വി പിയും കിട്ടി, വി ക്യൂയും കിട്ടി. അഥവാ റിസൾട്ടൻ്റ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുമായിരുന്നു? ഞാൻ റിസൾട്ടൻറ്റും കൂടെ എന്തായാലും കണ്ടുപിടിക്കുവാണ്. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു √of VP² പ്ലസ് VQ². VP² പ്ലസ് VQ². സോ ഞാൻ റിസൾട്ടൻ്റ് ഇവിടെ എഴുതുവാണ്. ഓക്കെ, റിസൾട്ടൻ്റ് R ഈസ് ഈക്വൽ ടു √of VP, ദാറ്റ് ഈസ് 197.01² പ്ലസ് വി ക്യു. വി ക്യു എനിക്ക് എത്ര കിട്ടി? 36². ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ്. റിസൾട്ടൻറ്റിൻ്റെ ആൻസർ 401.63 ന്യൂട്ടൺ. ഇതാണ് റിസൾട്ടൻ്റ്. സോ ദിസ് ഈസ് ദ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ 2-dimensional stress analysis, state of stress at a point is shown in the figure. Figure ഞാൻ വരയ്ക്കാം. The value of length of PQ, QR and RP are 4, 3 and 5 unit respectively. Principal stresses are, principal stresses സിഗ്മ എക്സും സിഗ്മ വൈയും ആണ് എന്നോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒരു 2-dimensional stress analysis ആണ്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഞാൻ കാണിച്ചു തരാം, ഡയഗ്രാം. വാല്യൂ ഓഫ് ദ ലെങ്ത് PQ, QR, RP തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഞാനിൻ്റെ ഫിഗർ ആദ്യം ഒന്ന് വരയ്ക്കാം. ഇതാണ് എനിക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഇതാണ്. ഓക്കെ, എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ
ഞാൻ എൻ്റേതായിട്ട് ഈ ഫിഗറിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വരയ്ക്കാൻ പോവാം. ഓക്കെ, ഞാനിവിടെ വരയ്ക്കാം. പി ക്യു ആർ. ഓക്കെ, സിഗ്മ എക്സ്, പിന്നെന്താ സിഗ്മ വൈ. ഓക്കെ, സിഗ്മ പി ക്യു ആർ വരച്ചു, സിഗ്മ എക്സും സിഗ്മ വൈയും വരച്ചു. ഇനി ഞാൻ ഈ തീറ്റ എടുക്കുവാണ്. ഓക്കെ, എനിക്കിവിടെ ലെങ്ത് തന്നിട്ടുണ്ട് 4, 3 ആൻഡ് ലെങ്ത് എത്രയൊക്കെ എനിക്ക് തന്നേക്കുന്നത്? 4, 3 ആൻഡ് 5. കണ്ടോ, ലെങ്ത് ഈസ് ഗിവൺ ആസ് 4, 3 ആൻഡ് 5. 4, 3 ആൻഡ് 5. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ തീറ്റ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. സോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തീറ്റ ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി 87. 36 ഡിഗ്രി 87 മിനിറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോറി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. തീറ്റയുടെ വാല്യൂ എനിക്ക് കിട്ടുന്നത് 36.87 ഡിഗ്രി. ഇത്രയും കിട്ടി. ഇനി എനിക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ എക്സും സിഗ്മ വൈയും ആണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ സിഗ്മ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് കോസ് ടു തീറ്റ പ്ലസ് സിഗ്മ വൈ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, പിന്നെന്താണ് ഇതിൽ എനിക്ക് സിഗ്മ എൻ എത്ര തന്നിട്ടുള്ളത്? സിഗ്മ എൻ 120 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 120 വെച്ചിട്ട് ഞാൻ ബാക്കി സിഗ്മ എക്സ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിഗ്മ വൈ ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തീറ്റ എല്ലാം എനിക്കുണ്ട്. നെക്സ്റ്റ് എനിക്ക് എന്താണ്? ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ കോസ് തീറ്റ. സോ ടോ എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 70. കണ്ടോ, ടോ എനിക്ക് 70 തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്നതാണ്. സോ ഞാൻ ഇവിടെയും സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ഈ തീറ്റ വെച്ചിട്ട് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സിഗ്മ എക്സും സിഗ്മ വൈ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കിട്ടും. സോ ഞാൻ എൻ്റെ ആൻസർ ഇവിടെ എഴുതുവാണ്. ഓക്കെ, ആൻസർ സിഗ്മ എക്സ് എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 67.5 മെഗാ പാസ്കൽ. സിഗ്മ വൈ എനിക്ക് എങ്ങനെ കിട്ടും? 213.3 മെഗാ പാസ്കൽ. സിഗ്മ എക്സും സിഗ്മ വൈയും. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് 67.5ഉം 213.3ഉം സി അല്ലേ? ഓക്കെ, എല്ലാവരും ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ഓഫ് സ്പാൻ L is equal to 5 meter is fixed at one end and free at the other end. ഒരു സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ സ്പാൻ ആ ഫിഗർ നമുക്ക് വരയ്ക്കാം. സ്പാൻ 5 മീറ്റർ ആണ്, അത് വൺ എൻഡിൽ ഫിക്സ് ചെയ്തേക്കുന്നു, അതർ എൻഡിൽ ഫ്രീ ആണ്. എ ടോർക്ക് T is equal to 100 kilonewton meter is applied at the free end. Shear modulus and polar moment of inertia of the section are denoted as G and J respectively. Shear modulus Gയും polar moment of inertia Jയും. Torsional rigidity GJ തന്നേക്കുന്നു 50,000 kilonewton meter square per radian. Following are reported for this shaft. Statement 1 പറയുന്നു rotation at the free end is 0.01 radian. Statement 2 പറയുന്നു torsional strain energy is 1 kilonewton meter with reference to above statements. ഇതിൽ ഏതാണ് ട്രൂ? Both the statement are correct. Statement 1 is correct, പക്ഷേ statement 2 is wrong. Statement 1 is wrong, but statement 2 is correct. Both the statement are wrong. എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്ന വെച്ചിട്ടൊരു ഫിഗർ അങ്ങ് സെറ്റാക്കാം. സോ ഒരു സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദ അതർ എൻഡ് എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ലെങ്ത് 5 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു ടോർക്ക് 100 kilonewton meter ഈസ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു 100 kilonewton meter. ഓക്കെ,
അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് കറക്റ്റ്, അതായത് റൊട്ടേഷനും ടോർഷണൽ സ്ട്രെയിൻ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റൊട്ടേഷൻ അറ്റ് ഫ്രീ എൻഡ് കണ്ടുപിടിച്ച് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഞാൻ എടുക്കുവാണ്. റൊട്ടേഷൻ അറ്റ് ഫ്രീ എൻഡ് കണ്ടുപിടിച്ച് നോക്കാം. റൊട്ടേഷൻ അറ്റ് ഫ്രീ എൻഡ്. റൊട്ടേഷൻ അറ്റ് ഫ്രീ എൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു ടോ എൽ ബൈ ജി ജെ. ഓക്കെ, ടോ എൽ ബൈ ജി ജെ. ജി ജെ എന്താണ്? ടോർഷണൽ റിജിഡിറ്റി ജി ജെ തന്നേക്കുവാണ് 50,000 കിലോന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ റേഡിയൻ. സോ പിന്നെന്താണ് എനിക്കുള്ളത്? ടോ ഇൻറ്റു എൽ. ടോർക്ക് ടോ, ടി അല്ലെങ്കിൽ ടോ എന്ന് എടുക്കാം. ടോ ഇൻറ്റു എൽ, ദാറ്റ് ഈസ് എനിക്ക് എന്താണ് ഇവിടെ എഴുതാൻ പറ്റുന്നത്? 100 ഇൻറ്റു 5. ഞാൻ എൻ്റെ യൂണിറ്റും കൂടെ എഴുതുവാണ്. കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ബൈ ജി ജെ 50,000. ഓക്കെ, സോ എൻ്റെ തീറ്റ എനിക്ക് എത്ര വരും? 0.01 റേഡിയൻ. തീറ്റ എനിക്ക്, അതായത് എൻ്റെ റൊട്ടേഷണൽ ഫ്രീ എൻ്റെ 0.01 റേഡിയൻ എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് പോവാം. റൊട്ടേഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഈസ് 0.01 റേഡിയൻ. അതെനിക്ക് ശരിയായിട്ട് കിട്ടി. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും നമുക്ക്? സോ നമുക്ക് ഓപ്ഷൻ 1 നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാതെ ഓപ്ഷൻസ് നോക്കിയ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അത് നമുക്ക് രണ്ടാമത്തെയും കൂടെ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടോർഷണൽ സ്ട്രെയിൻ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഞാൻ എടുക്കുവാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ടോർഷണൽ സ്ട്രെയിൻ എനർജി. ടോർഷണൽ സ്ട്രെയിൻ എനർജി. ഓക്കെ, ടോർഷണൽ സ്ട്രെയിൻ എനർജി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോർഷണൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു തീറ്റ. ഇതാണ് എൻ്റെ ടോർഷണൽ സ്ട്രെയിൻ എനർജി. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ടോ എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 100 കിലോന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ദിസ് ഇസ് ടോ. 100 ഇൻറ്റു തീറ്റ, ദാറ്റ് ഈസ് എൻ്റെ റൊട്ടേഷൻ ഫ്രീ എൻഡ് എനിക്ക് എത്ര കിട്ടി? 0.01. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് 0.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടുന്നത്. 0.5 കിലോ ന്യൂട്ടൺ മീറ്റർ. നോക്കൂ, അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ എനർജി 1 എന്നല്ല, ഇത് റോങ് ആണ്. നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 0.5 ആണ് കിട്ടിയേക്കുന്നത്. 0.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടിയേക്കുന്നത്. സോ ഓപ്ഷനിൽ എന്തെഴുതാം നമുക്ക്? ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An idealized frame support a load as shown in the figure. ഞാൻ ഫിഗർ വരയ്ക്കാം. Horizontal component of the force transferred from the horizontal member PQ to vertical member RS at P is dash Newton ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫിഗർ ഇതാണ്. ഓക്കെ, അതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹൊറിസോണ്ടൽ മെമ്പർ പി ക്യു. ഇതുണ്ടോ, ഹൊറിസോണ്ടൽ മെമ്പർ പി ക്യു ഇതാണ്. അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് എങ്ങോട്ട്? ടു വെർട്ടിക്കൽ മെമ്പർ ആർ എസ് അറ്റ് പി. നോക്കൂ, വെർട്ടിക്കൽ മെമ്പർ ആർ എസ്.
ഇതാണ് എൻ്റെ വെർട്ടിക്കൽ മെമ്പർ RS, അത് അറ്റ് P. അപ്പോൾ ഈ ഒരു ചോദിച്ചേക്കുന്നത് കണ്ടോ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം PQ ടു RS, അതാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ഇതിനൊന്ന് റിസോൾവ് ചെയ്ത് വരയ്ക്കുവാണ്. ഓക്കെ, PQ, ആ മെമ്പർ PQ ഞാൻ വരച്ചു. അവിടെ U എന്ന് പറയുന്ന അതുകൂടെ കാണിച്ചു. ഇതിൻ്റെ ടോട്ടൽ 1.2 പ്ലസ് 0.6 എനിക്ക് എത്ര കിട്ടും? 1.8 കിട്ടും. ദാറ്റ് ഈസ് 1.8 മീറ്റർ കിട്ടി. ഇനി താഴോട്ട് എനിക്ക് എത്ര ഉണ്ട്? 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഫോഴ്സ് F. ഓക്കെ, ഞാനിതിനെ റിസോൾവ് ചെയ്യുകയാണ്. അതേ നോക്കി, ഈ മെമ്പറാണ് ഞാനിവിടെ വരച്ചേക്കുന്നത് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ ഞാനതിനെ രണ്ടായിട്ട് റിസോൾവ് വരയ്ക്കുവാണ്. ദാറ്റ് ഈസ് ഒരു ഫോഴ്സ് F ഞാൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, സിമിലർലി അടുത്തൊരു ഫോഴ്സ് F ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. എങ്കിലല്ലേ അവിടെ ഇക്വിലിബ്രിയം വരത്തുള്ളൂ. അപ്പോൾ ഈ മെമ്പറിനെ ഞാൻ ഇങ്ങനെ ആക്കി. ഇനി ഞാൻ ഒന്നും കൂടി ഇതിനെ ഒന്ന് വരയ്ക്കുവാണ്. സോ അഗൈൻ എൻ്റെ PQ ഞാൻ വരച്ചു. ഓക്കെ, U കാണിച്ചു. മുകളിൽ 1.8 ആണ് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ദാറ്റ് ഈസ് 1.8 മീറ്റർ കാണിച്ചു. പിന്നെന്താണ്, ഞാൻ എൻ്റെ ഫോഴ്സ് Fനെ ഇങ്ങനെ കാണിച്ചേക്കും. ഓക്കെ, ദാറ്റ് ഈസ് F ഇൻറ്റു തീറ്റ. ഇത് ഞാൻ എഴുതി. ഇനി ഞാനിതിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. ആ ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. വീണ്ടും ഞാൻ വരച്ചു PQ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആ ഫിഗറിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഈ ഫിഗറിൽ നിന്ന് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. എക്സാം ഹാളിൽ നിങ്ങൾ ഒറ്റൊരു ഫിഗറിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. സോ PQ വരച്ചു. പിന്നെ എന്താണ്, എനിക്ക് Fനെ F സൈൻ തീറ്റ ആയിട്ടും F കോസ് തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ അറ്റ് U, ഓക്കെ, അറ്റ് U ദാറ്റ് ഈസ് F സൈൻ തീറ്റ. F സൈൻ തീറ്റയും പിന്നെ എന്താണ് എനിക്കുള്ളത്? F കോസ് തീറ്റ. F സൈൻ തീറ്റയും F കോസ് തീറ്റയും. ഓക്കെ 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 ഇതിങ്ങനെ വരയ്ക്കുന്നില്ല. ഇത് മെമ്പർ PQ ഉണ്ട് എനിക്കിവിടെ. F സൈൻ തീറ്റ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. F കോസ് തീറ്റ എനിക്ക് എങ്ങനെ ആക്ട് ചെയ്യുന്നു? ദാ F കോസ് തീറ്റ. സിമിലർലി എനിക്ക് ഈ മെമ്പറിൽ ഇങ്ങോട്ടൊരു F കോസ് തീറ്റ ആക്ട് ചെയ്യുന്നതെന്നും കാണിക്കാമല്ലോ. എങ്കിലല്ലേ നമുക്ക് ഇക്വിലിബ്രിയം വരത്തുള്ളൂ. ഓക്കെ, ഇനി Qയിൽ എനിക്ക് എന്തുണ്ട്? ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ ഉണ്ടായിരുന്നു. സോ ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ എനിക്കുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് എനിക്ക് എങ്ങനെയാണ്? 1.8 മീറ്റർ. 1.2 0.6, 1.2 മീറ്ററും 0.6. ഇത്രയുമായപ്പോൾ ഞാൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം ആക്കിയോണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനി നമുക്കില്ലല്ലോ. സോ എനിക്ക് അത്ര മാത്രം മതി. സോ ഇനി എനിക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാൻ എന്താണ്, ആദ്യമേ സിഗ്മ MB 0 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, സിഗ്മ M at P is equal to 0. ദാറ്റ് ഈസ് മൊമെൻ്റ് അറ്റ് P 0 ആയിട്ട് ഞാൻ എടുക്കുക. ആദ്യം ഞാൻ F സൈൻ തീറ്റ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഫോഴ്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയിൽ ആക്ട് ചെയ്യുന്ന? 1.2 മീറ്റർ. ദാറ്റ് ഈസ് F സൈൻ തീറ്റ ഇൻറ്റു 1.2 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ വരും നോക്കൂ, 10 ക്ലോക്ക് വൈസ് ഫോഴ്സ്. It is acting at a distance of 1.8 meter. That is 10 into 1.8 meter. So ഇത് ചെയ്യുമ്പോൾ എനിക്ക് F കിട്ടും അല്ലേ? F കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. തീറ്റ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. 39.8. തീറ്റ ഈസ് ഈക്വൽ ടു 39.8 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഫോഴ്സ് F കണ്ടുപിടിക്കുകയാണ്. 23.43 ന്യൂട്ടൺ. ഇതാണോ എന്നോട് ചോദിച്ചേക്കുന്നത്? ഫോഴ്സ് F ആണോ എന്നോട് ചോദിച്ചേക്കുന്നത്? എന്നോട് എന്താ ചോദിച്ചേക്കുന്നത്? ആക്സിയൽ ഫോഴ്സ് ഇൻ PQ ആണ് ചോദിച്ചേക്കുന്നത്. കണ്ടോ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹൊറിസോണ്ടൽ മെമ്പർ PQ ടു വെർട്ടിക്കൽ മെമ്പർ RS. അതായത് എൻ്റെ ആക്സിയൽ ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ആക്സിയൽ ഫോഴ്സ് ഇൻ PQ. ഓക്കെ, ആക്സിയൽ ഫോഴ്സ് ഇൻ PQ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? F കോസ് തീറ്റ. F കോസ് തീറ്റ ദാറ്റ് ഈസ് എനിക്ക് ഇവിടെ നിന്ന് 18 ന്യൂട്ടൺ കിട്ടും. 18 ന്യൂട്ടൺ കിട്ടും.
So the answer is 18 Newton. Okay. ഇനി നമുക്കൊരു match the following നോക്കാം. Okay. Which of the following options provide correct match of the term listed in the question? Column 1 and column 2 ആണ് കാണിച്ചേക്കുന്നത്. This is column 1 and this is column 2. Column 1 എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? Horton's equation, Muskingum method, Penman method. Column 2 precipitation, flood frequency, evapotranspiration, infiltration, channel routing. So options നോക്കിയിട്ട് നമുക്ക് match ചെയ്യണം. So P, Q, R. Horton's equation. Horton's equation എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? Horton's equation is related to infiltration. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ? Horton's equation is related to infiltration. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസ്കിംഗ മെത്തേഡ് എന്താണ്? മസ്കിംഗ മെത്തേഡ് നമ്മൾ മസ്കിംഗ മെത്തേഡ് വെച്ച് പ്രോബ്ലംസ് പോലും ചെയ്തിട്ടുണ്ട് ചാനൽ റൂട്ടിങ്ങിന് അല്ലേ? ചാനൽ റൂട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ നമുക്ക് മസ്കിംഗാം ഇക്വേഷനാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് മസ്കിംഗാം മെത്തേഡ്. ഇനി എന്താണ് പെൻമാൻ ഇക്വേഷൻ? പെൻമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവാപോട്രാൻസ്പിറേഷൻ. ദാറ്റ് ഈസ് 4, 5 and 3. ദ ഓപ്ഷൻ ഈസ് എ. കണ്ടോ? 4, 5 and 3. ഇങ്ങനെയാണ് ആൻസർ വന്നേക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കാച്ച്മെൻറ്റ് മേ ബി ഐഡിയലൈസ്ഡ് ആസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 30 കിലോമീറ്റർ. ദർ ആർ 5 റെയിൻ ഗേജസ്, 1 at the center of the catchment and 4 on the boundary. That is equispaced എന്ന് ചോദിച്ചിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ ഞാൻ വരയ്ക്കാം. ആനുവൽ റെയിൻഫോൾ റെക്കോർഡഡ് അറ്റ് ദീസ് ഗേജസ്. അപ്പം ഈ ഗേജസിലെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട ആനുവൽ റെയിൻ ഗേജസ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ ഈസ് ഗിവൺ ബിലോ. കണ്ടോ? ഗേജും റെയിൻഫോളും G1, G2, G3, G4, G5 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെയിൻഫോൾ ഇൻ mm കാണിച്ചിട്ടുണ്ട്. യൂസിങ് ദ തെയ്സൺ പോളിഗൺ മെത്തേഡ്, what is the average rainfall in mm rounded off to 2 decimal places over the catchment? അതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഗർ എന്താണെന്നൊന്ന് നോക്കാം. സോ അവർ തന്നേക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. ഓക്കെ, അവർ തന്നേക്കുന്ന ഫിഗറാണ് ഞാൻ വരയ്ക്കുന്നത്. G1, G2 ഗേജസ് ആണ് ഈ കാണിക്കുന്നത്. G1, G2, G3 ഗേജ് 3, ഗേജ് 4 ആൻഡ് ഗേജ് 5. ഓക്കെ, ഇത്രയും ഗേജസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു G1, G2, G3, G4, G5 ഇത്രയും ഗേജസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആനുവൽ റെയിൻഫോളും അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് അവിടുത്തെ ഒരു റെയിൻഫോൾ. മെഷേർഡ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്ന എന്താണ്? ആനുവൽ റെയിൻഫോൾ റെക്കോർഡഡ് അറ്റ് ദീസ് ഗേജസ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ യൂസിങ് ദ തീസൺ-ബോൾഗൻ മെത്തേഡ്. വാട്ട് ഇസ് ദ ആവറേജ് റെയിൻഫോൾ ഓവർ ദ ക്യാച്ച്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ക്യാച്ച്മെൻറ്റിലെ ആവറേജ് റെയിൻഫോൾ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ തീസൺ-ബോൾഗൻ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഈ ഫിഗറിനെ ഒന്ന് വരയ്ക്കുവാണേ. ഓക്കെ, അവർ തന്നതുപോലെ ആ ഒരു ഗേജസും ഞാൻ വരയ്ക്കുക. ഓക്കെ, ഇത്രയും ഞാൻ വരച്ചു. ഇനി ഞാനിവിടെ എന്താ വരയ്ക്കാൻ പോകുന്നത്? ഞാനിവിടെ ഞാൻ മിഡ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ബൈസെക്ടേഴ്സ് വരയ്ക്കും. ഓക്കെ, നമ്മൾ ആദ്യമേ ഇവിടെ മിഡ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്തിട്ട് ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ പോവാം. ഞാൻ ദേ മിഡ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പോവാം. ദിസ് ഇസ് എ മിഡ് പോയിൻറ്റ്, ദിസ് ഇസ് എ മിഡ് പോയിൻറ്റ്. ഓക്കെ, ദിസ് ഈസ് അനദർ മിഡ് പോയിൻറ്റ്, ദിസ് ഈസ് അനദർ മിഡ് പോയിൻറ്റ്. സോ എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ പോവാം. ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ പോവാം. ഓക്കെ, ബൈസെക്ടേഴ്സ് ഞാൻ വരച്ചു. ഇനി ഞാൻ ഇതിനെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു കളർ സെലക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ്, ഇതിനെ ഞാൻ ഏരിയ A1 എന്നെടുത്തു. ഇതെൻ്റെ ഏരിയ A1 എന്നെടുത്തു. സോ ഞാൻ എൻ്റെ ഏരിയ A2 വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യുകയാണ്. ദിസ് ഈസ് മൈ ഏരിയ A2. ഓക്കെ, ദിസ് ഈസ് A2. ഇനി
A3 ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് A3. ഓക്കെ, ഇനി A4 മാർക്ക് ചെയ്യാണ്. ദിസ് ഈസ് A4 ആൻഡ് അഗെയിൻ A5 മാർക്ക് ചെയ്യാണ്. ഞാൻ എൻ്റെ എൻ്റയർ ക്യാച്ച്മെൻറ്റിനെ ഇങ്ങനത്തെ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യം മിഡ് പോയിൻറ്റ്സ് വരച്ചു, പിന്നെ ബൈസെക്ടേഴ്സ് ചെയ്തു. ഇതിൻ്റെ എല്ലാം മിഡ് പോയിൻറ്റ്സ് വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ബൈസെക്ടേഴ്സ് വരച്ചു, എന്നിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, സോ ഇതാണ്. ഇനിയിപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുവാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ്. ഓക്കെ, സർക്കിൾ ഓഫ് റേഡിയസ് 30 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? എൻ്റെ ഡയമീറ്റർ 60 കിലോമീറ്റർ ആണെന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. അത്രയും ഓക്കെയാണ്. സോ എൻ്റെ ഡയമീറ്റർ കിട്ടി. എൻ്റെ ഡയമീറ്റർ എനിക്ക് എന്ത് കിട്ടി? 60 കിലോമീറ്റർ കിട്ടി. ഞാൻ അങ്ങനെയാണെങ്കിൽ A1 എന്ന് പറയുന്ന ഏരിയ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഏരിയ A1 ഈസ് ഈക്വൽ ടു, ഓക്കെ, റേഡിയസ് എത്രയാണ് എന്നോട് പറഞ്ഞേക്കുന്നത്? 30 സെൻറ്റിമീറ്റർ, 30 കിലോമീറ്റർ. ഓക്കെ ഓക്കെ, സോ എനിക്കിവിടെ റേഡിയസ് 30 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഇസ് റെക്കോർഡഡ് ആ 60 കിലോമീറ്റർ. സോ ഞാൻ ഏരിയ A1 കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ A1 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30. ഞാൻ ഈ ഏരിയയാണ് കണ്ടുപിടിച്ചത്. ഏരിയ A1 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30, ദാറ്റ് ഈസ് 900 കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ഏരിയാസ് നോക്കൂ. A2, A3, A4, A5 ഇവരെല്ലാവരും ഒരേപോലത്തെ ഏരിയാസ് ആണ് അല്ലേ? അതിന് ഡിഫറൻസ് ഒന്നുമില്ല. സോ ഞാൻ അത്രയും ഏരിയാസിന് ഇവിടെ കണ്ടുപിടിക്കുകയാണ്. ഏരിയ A2 ഈസ് ഈക്വൽ ടു A3 ഈസ് ഈക്വൽ ടു A4 ഈസ് ഈക്വൽ ടു A5. ഇത്രയും ഏരിയാസിന് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഏരിയ A1 മൈനസ് ചെയ്താൽ പോരെ, ബാക്കിയുള്ള ഏരിയാസിനെല്ലാം എനിക്ക് കിട്ടില്ലേ? സോ സർക്കിളിൻ്റെ ഏരിയ എനിക്ക് എങ്ങനെ കിട്ടും? π/4d². റേഡിയസ് 30 കിലോമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 30 കിലോമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ 60 കിലോമീറ്റർ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 60 സ്ക്വയർ മൈനസ് എനിക്ക് എന്ത് ചെയ്യണം? ഏരിയ A1 അങ്ങ് ചെയ്യണം. ദാറ്റ് ഈസ് എനിക്ക് എത്ര കിട്ടി? 900 കിട്ടി. സോ എൻ്റെ ബാക്കി ഇത്രയും ഏരിയാസിനെ ഞാൻ എങ്ങനെ എടുക്കണം? ഇത്ര മാത്രം ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? ഈ ഒരു സർക്കിളിൽ നിന്നും ഏരിയ A1 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് A2, A3, A4, A5 ഇത്രയും ഏരിയാസ് ഒരുമിച്ചാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് A2, A3, A4, A5 സെപ്പറേറ്റ് കിട്ടണമെങ്കിലോ A2 ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ എനിക്ക് എത്രയായിട്ട് ചെയ്യണം? 4. സോ ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും ഏരിയാസിന് എനിക്ക് നോക്കൂ, ഞാനിവിടെ A1, A2, A3 എന്നൊക്കെ തന്നെ എഴുതുകയാണ്. A2 ഈസ് ഈക്വൽ ടു A3 ഈസ് ഈക്വൽ ടു A4 ഈസ് ഈക്വൽ ടു A5 ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്ന ഏരിയ ഈസ് ഈക്വൽ ടു 481.5 കിലോമീറ്റർ സ്ക്വയർ. 481.5 കിലോമീറ്റർ സ്ക്വയർ. ഇത്രയും ഏരിയ കിട്ടി. ഇത്രയും ഓക്കെയാണ്. ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് റെയിൻഫാൾ ആണ്. സോ ഞാൻ ഈ ഫിഗേഴ്സ് എല്ലാം അങ്ങ് മാറ്റുവാണ്. എന്നോട് ചോദിച്ചേക്കുന്നത് ആവറേജ് റെയിൻഫോൾ ഇൻ ദ ഹോൾ ക്യാച്ച്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. എന്നോട് എന്താ ചോദിച്ചേക്കുന്നത്? നോക്കൂ, ആനുവൽ വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ ഓവർ ദ ഹോൾ ക്യാച്ച്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് ഗേജസും തന്നിട്ടുണ്ട്. സോ ആവറേജ് റെയിൻഫോൾ P ആയിട്ട് ഞാൻ എടുക്കുവാണ്. ആവറേജ് റെയിൻഫോൾ P ഈസ് ഈക്വൽ ടു G1A1. തേസ് ആൻഡ് പോളിഗൺ മെത്തേഡാണ് നമ്മളോട് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. G2A2 പ്ലസ് G3A3 പ്ലസ് ഓക്കെ G4A4 പ്ലസ് G5A5 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. എനിക്ക് ഒന്നെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 എന്ന് എടുക്കാം, അല്ലെങ്കിൽ ദ ഹോൾ ടോട്ടൽ ഏരിയ ഐ എം ടേക്കിംഗ് ആസ് A. ഇത്രയും ഓക്കെയാണ്. സോ ഓക്കെ, സോ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് G1A1 ദ 910 ഇൻറ്റു A1 910 ഇൻറ്റു A1 എനിക്ക് എത്രയാണ് കിട്ടിയിരുന്നത്? ഞാൻ A1ൻ്റെയും
ബാക്കിയുടെ വാല്യൂ എഴുതാം. A1 എനിക്ക് കിട്ടിയത് 900 കിലോമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഓക്കെ, 900 പ്ലസ് ഇവരെത്ര കിട്ടി? ഈ A2, A3, A4, A5 ഇവരെല്ലാം 481.5 ആണ്. സോ ഞാൻ അതിന് കോമൺ ആയിട്ട് 481.5 കിലോമീറ്റർ സ്ക്വയറിനെ വെളിയിലെടുത്തു. ബാക്കി ഞാൻ G2, G3, G4, G5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് 930 പ്ലസ് 925 പ്ലസ് 895 പ്ലസ് 905. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 912.55 മില്ലിമീറ്റർ കിട്ടും. ഇതാണ് എൻ്റെ ആവറേജ് റെയിൻഫോൾ ഓവർ ദ ഹോൾ ക്യാച്ച്മെൻറ്റ്. ഓക്കെ ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്തോളേ. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ഇൻ എ ചാനൽ ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ഒരു ചാനൽ തന്നിട്ടുണ്ട്. A kinetic energy correction factor, Q discharge, AC cross sectional area of flow at critical flow condition, TC top width of the flow at critical flow condition, G acceleration due to gravity. അവർ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആ ഓപ്ഷൻസ് ആദ്യം എഴുതാം. ഓപ്ഷൻ എ ഈസ് ആൽഫ ക്യൂ സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു എ സി ക്യൂബ് ബൈ ടി സി. Option B is alpha Q by G is equal to AC cube by TC square. Option C. ഓക്കെ, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. അത് ജസ്റ്റ് അവിടെ കിടന്നോട്ടെ. ഞാനിപ്പോൾ 2 ഓപ്ഷനേ എഴുതുന്നുള്ളൂ. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഞാൻ ആൻസറിലേക്കൊന്ന് എത്തിപ്പെടാനായിട്ട് നോക്കുവാണ്. ഞാൻ ആദ്യമേ എന്താണ്, എനിക്ക് ഫ്രൂട്ട്സ് നമ്പർ ഞാൻ എഴുതുവാണ്. ഫ്രൂട്ട്സ് നമ്പർ എനിക്ക് ഫ്രൂട്ട്സ് നമ്പർ എങ്ങനെ എഴുതാൻ പറ്റും? FR ഈസ് ഈക്വൽ ടു V ബൈ റൂട്ട് GD. ഇതാണ് എൻ്റെ ഫ്രൂട്ട് നമ്പർ അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. ഹൈഡ്രോളിക് ഡെപ്ത് A/T ആണ് D. ഹൈഡ്രോളിക് ഡെപ്ത് A/T ആണ് D എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വീനെ നമുക്ക് ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെന്താണ്? ഡീനെ നമുക്ക് A/T എന്നും എഴുതാം. D ഈസ് ഈക്വൽ ടു A/T. ഇത് ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ ഫ്രൂട്ട്സ് നമ്പറിൽ. സോ ഫ്രൂട്ട്സ് നമ്പറിനെ ഞാനൊന്ന് സ്ക്വയർ ചെയ്യുവാണ്. ഫ്രൂട്ട്സ് നമ്പർ സ്ക്വയർ ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ GD. ഓക്കെ, ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇതുമായിട്ട്. സോ FR സ്ക്വയർ ഈസ് ഈക്വൽ ടു വീനെ ഞാൻ Q ബൈ A എന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പം Q ബൈ A, പിന്നെന്താണ്? ഡീനെ ഞാൻ A/T എന്ന് എടുക്കുവാണ്. ഇൻറ്റു A/T മൾട്ടിപ്ലൈഡ് ബൈ G. ഓക്കെ, അപ്പോൾ വീനെ നമ്മൾ സ്ക്വയർ ആക്കിയപ്പോൾ V സ്ക്വയർ ആയി. അപ്പോൾ എനിക്ക് ഇവിടെ Q സ്ക്വയർ ചെയ്യണ്ടേ? Q സ്ക്വയർ ബൈ A സ്ക്വയർ എന്ന് ചെയ്യണം അല്ലേ. സോ ഡീനെ ഞാൻ A/T എന്ന് എടുത്തു. ഇനി ഞാൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. ഓക്കെ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. ഈ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കുവാണ്. എന്നിട്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതുവാണ്. സോ എനിക്ക് ഫ്രൂട്ട് നമ്പർ ഇവിടെ നിന്ന് എന്ത് കിട്ടും? Q സ്ക്വയർ T ബൈ G A ക്യൂബ് എന്ന് കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ. എൻ്റെ ഫ്രൂട്ട് നമ്പർ അത്ര കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനാണ്. ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിൽ ഫ്രൂട്ട് നമ്പർ എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. സോ ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എൻ്റെ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിലെ ഫ്രൂട്ട് നമ്പർ 1 ആയിട്ട്. ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിൽ ഫ്രൂട്ട് നമ്പർ 1 ആണ്. സോ ഞാൻ ഈ FR സ്ക്വയറിനെ 1 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? Q സ്ക്വയർ T ബൈ G A ക്യൂബ് എന്ന് എഴുതാം. ഇത്രയും ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇവിടെ നിന്ന് Q സ്ക്വയർ ബൈ G ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെഴുതാം? Q സ്ക്വയർ ബൈ G ഈസ് ഈക്വൽ ടു A ക്യൂബ് ബൈ T, AC ക്യൂബ് ബൈ TC. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. ഓക്കെ, ഇത്ര വരെ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കിവിടെ എന്ത് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ എന്ന് പറയുന്ന ഒരെണ്ണം ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആ കൈനറ്റിക് എനർജീനെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ആൽഫ Q സ്ക്വയർ ബൈ G ഈസ് ഈക്വൽ ടു AC ക്യൂബ് ബൈ TC. ഓക്കെ, ഇങ്ങനെ വരും എൻ്റെ ഇക്വേഷൻ.
ദാ ഓപ്ഷൻ എ. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ എ മാറ്റിയാതിരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 plates are connected by fillet weld of size 10 mm are subjected to tension. ഓക്കെ, ആ ഷോണിൻ്റെ ഫിഗർ ഞാനിവിടെ ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇൻ ദ ഫിഗർ തിക്നെസ് ഓഫ് ഈച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 12 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. yield stress and ultimate stress of steel under tension are 250 megapascal and 410 megapascal respectively. Welding is done in the workshop. Partial safety factor gamma MW എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, partial safety factor gamma MW 1.25 ആണ്. As per the limit state method of IS 800-2007, what is the minimum length in mm rounded off to nearest higher multiple of 5 mm required for each weld to transmit a factored force P equal to 275 kilonewton. ആദ്യം ഞാൻ ആ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നത്. ഓക്കെ, ഫിഗർ. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ആസ് പെർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് റിക്വയർഡ് ഫോർ ഈച്ച് വെൽഡ് ടു ട്രാൻസ്മിറ്റ് എ ഫാക്ടേഡ് ഫോഴ്സ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഈച്ച് വെൽഡിലാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ഓപ്ഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് തന്നെ നമ്മൾ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാം. അപ്പോൾ മിനിമം ലെങ്ത് റിക്വയർഡ് ഫോർ ഈച്ച് വെൽ ടു ട്രാൻസ്മിറ്റ് എ ഫാക്ടേഡ് ഫോഴ്സ് പി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ആദ്യം കണ്ടുപിടിക്കുക എൻ്റെ അൾട്ടിമേറ്റ് ലോഡ് പി യു കണ്ടുപിടിക്കുവാൻ. ഞാൻ ആദ്യം അൾട്ടിമേറ്റ് ലോഡ്, ഓക്കെ, എൻ്റെ അൾട്ടിമേറ്റ് ലോഡ് പി യു അതെന്ത് തന്നിട്ടുണ്ട് എനിക്ക്? അൾട്ടിമേറ്റ് ലോഡ് പി യു ഈസ് ഈക്വൽ ടു 275 കിലോന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. എൻ്റെ അൾട്ടിമേറ്റ് ലോഡ് പി യു ഈസ് ഈക്വൽ ടു 275 കിലോന്യൂട്ടൺ. ദിസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, ദിസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഇനി ഞാൻ പി യു കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, പി യു. ഓക്കെ, പി യു ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഈസ് ഈക്വൽ ടു എഫ് യു ബൈ √3 ഗാമ എം ഡബ്ല്യു ഇൻറ്റു ഏരിയ ഓഫ് ദ വെൽഡ്. ഞാൻ ഏരിയ ഓഫ് ദ വെൽഡിനെ എങ്ങനെ എടുക്കാൻ പോകുന്നു? ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ് ഓഫ് ദ വെൽഡ് എന്ന് എടുക്കാൻ പോകുന്നു. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ ഇതെന്താണ്? എൻ്റെ ഏരിയ ഓഫ് ദ വെൽഡാണ്. ഏരിയ ഓഫ് വെൽഡാണ്. അതിനെ ഞാൻ എൽ ഡബ്ല്യു ഇൻറ്റു ത്രോട്ട് തിക്നെസ് എന്ന് എടുത്തു. എൽ ഡബ്ല്യു എന്താണ്? ഇവിടെ നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ എം ഡബ്ല്യു തന്നിട്ടുണ്ട്. എനിക്ക് എത്ര തന്നിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ? 1.25 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.25 തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ലെങ്ത് ഓഫ് ദ വെൽഡ് എൽ ഡബ്ല്യു ആണ്. പിന്നെ ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ടി എന്ന് പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ് ആണ്. ത്രോട്ട് തിക്നെസ് ദാറ്റ് ഈസ് എനിക്ക് എങ്ങനെ എഴുതാം? 0.7 ഇൻറ്റു സൈസ് ഓഫ് ദ വെൽഡ് എന്ന് എഴുതാം. 0.7 ഇൻറ്റു സൈസ് ഓഫ് ദ വെൽഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0.7 ഇൻറ്റു 10. ഇതാണ് എൻ്റെ ത്രോട്ട് തിക്നെസ്. സോ ഞാനിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. പി യുവിനെ ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. പി യു ഈസ് ഈക്വൽ ടു എഫ് യു. എൻ്റെ എഫ് യു എത്രയാണ് തന്നേക്കുന്നത്? ഓക്കെ, 410 മെഗാപാസ്കൽ. 410 ബൈ √3 ഇൻറ്റു ഗാമ ഡബ്ല്യു ഈസ് 1.25 ഇൻറ്റു എൽ ഡബ്ല്യു. എൽ ഡബ്ല്യു എനിക്ക് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈഡ് ബൈ ത്രോട്ട് തിക്നെസ് ഞാൻ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 0.7 ഇൻറ്റു 10 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എനിക്കിവിടെ നിന്ന് എൽ ഡബ്ല്യു കിട്ടും. എൽ ഡബ്ല്യു എന്താണ്? എൻ്റെ ലെങ്ത് ഓഫ് ദ വെൽഡിനെയാണ് ഞാൻ എൽ ഡബ്ല്യു എന്ന് എടുത്തേക്കുന്നത്.
ലെങ്ത് ഓഫ് വെൽഡ്. സോ എൻ്റെ LW എനിക്ക് ഇവിടെ നിന്ന് എത്ര കിട്ടും? 207.45 mm. എനിക്കിത് ആൻസറിലേക്ക് പോകാൻ പറ്റുമോ? എൻ്റെ ലെങ്ത് ഓഫ് ദ വെൽഡ് അല്ലേ ചോദിച്ചേക്കുന്നത്. പക്ഷേ എന്താ ചോദിച്ചേക്കുന്നത്? മിനിമം ലെങ്ത് റിക്കോർഡ് ഫോർ ഈച്ച് വെൽഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ എത്രയുണ്ട്? 2 പ്ലേറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഈച്ച് വെൽഡിനെ ഞാൻ ഇവിടെ എഴുതുവാണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഈച്ച് വെൽഡ്. ഇതാണ് എൻ്റെ ആൻസർ. എൻ്റെ ആൻസർ ഇതാണ്. ലെങ്ത് ഓഫ് ഈച്ച് വെൽഡ് ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം? 207.45 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് എനിക്ക് ആൻസർ എത്ര കിട്ടും? 103.73 mm. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് എന്താണ്? റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് 5 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിതിനെ 105 ആണ് എൻ്റെ ആൻസർ. 105 mm. എന്തുകൊണ്ട് ഞാൻ 105 mm എടുത്തു? റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് 5 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ ഓക്കെ, ദിസ് ഇസ് മൈ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുള്ളർ-ബ്രെസ്ലൂ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഫോർ ഡാഷ്. മുള്ളർ-ബ്രെസ്ലൂ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ്, എവിടെ യൂസ് ചെയ്യുന്നു? ഫോർ ദ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ ഫോർ drawing an influence line diagram ILD for any force response in the structure, writing the virtual work expression to get the equilibrium equation, superimposing the load effect to get the total force response in the structure, relating the deflection between 2 points in a member with the curvature diagram. Okay? ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ മുള്ളർ-ബ്രെസ്ലൂ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്? സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിട്ട് വരും? ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ? ദിസ് ആൻസർ ഈസ് ഡ്രോയിങ് ആൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എനി ഫോഴ്സ് റെസ്പോൺസ് ഇൻ ദ സ്ട്രക്ചർ. ഓപ്ഷൻ നമ്പർ എ ആണ് കറക്റ്റ്. ഡ്രോയിങ് ആൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എനി ഫോഴ്സ് റെസ്പോൺസ് ഇൻ ദ സ്ട്രക്ചർ. സോ ദിസ് ഇസ് ദ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അല്ലെങ്കിൽ ആർ ട്രൂ? ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കുവാണ്. തിക്നെസ് ഓഫ് എ ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ ഓൺ എ ഫ്ലാറ്റ് പ്ലേറ്റ് കെപ്റ്റ് പാരലൽ ടു ദ ഫ്ലോ ഡയറക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് ഇഫ് ദ സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് of a source are interchanged with each other, resulting flow will be a sink. For a curved surface immersed in a stationary liquid, vertical component of the force on the curved surface is equal to weight of the liquid above it. For flow through circular pipe, momentum correction factor for laminar flow is larger than that of turbulent flow. Okay, നമുക്കിതിൻ്റെ ഓപ്ഷൻസ് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം പറഞ്ഞേക്കുന്നത് ദ തിക്നെസ് ഓഫ് എ ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ ഓൺ എ ഫ്ലാറ്റ് പ്ലേറ്റ് കെപ്റ്റ് പാരലൽ ടു ദ ഫ്ലോ ഡയറക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ്. നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നോക്കാം. സോ ഓപ്ഷൻ അതൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ നോക്കാൻ പോകുന്നത്. തിക്നെസ് ഓഫ് ദ ബൗണ്ടറി ലെയർ ഇൻ ടർബുലൻറ്റ് ഫ്ലോ. Thickness of the boundary layer in thickness of the boundary layer in turbulent flow. അവർ പറഞ്ഞേക്കുന്നു which is proportional to square root of the distance from the leading edge എന്ന്. നമുക്കതാണോ ഒന്ന് ചെക്ക് ചെയ്യണം ആദ്യം. സോ ഡെൽറ്റ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 0.376 ഡിവൈഡഡ് ബൈ ആർ ഇ എക്സ് റൈസ് ടു 1/5. ഇതിനെ ഞാൻ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് 0.376 ഡിവൈഡഡ് ബൈ റോ യു എക്സ് ബൈ മ്യൂ ദ ഹോൾ റൈസ് ടു 1/5.
യു എന്താ ഇവിടെ? യു ആണ് നമ്മുടെ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, യു ആണ് നമ്മുടെ ഫ്രീ സ്ട്രീം വെലോസിറ്റി. യു ഈസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, ഞാനിവിടെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്ത് എഴുതുവാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു എനിക്ക് 0.376 ഓക്കെ എക്സ് റൈസ് ടു 4/5. 1 മൈനസ് എക്സിന് മുകളിലോട്ട് പോയി. 1 മൈനസ് 1/5 ഈസ് 4/5 ഡിവൈഡഡ് ബൈ റോ യു ബൈ മ്യൂ ദ ഹോൾ റൈസ് ടു 1/5. സോ എനിക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് റൈസ് ടു 4/5 എന്ന് കിട്ടി. അവരെന്ത് പറഞ്ഞേക്കുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 4/5. സോ ഒബ്വിയസ്ലി ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഞാൻ ഈ സൊല്യൂഷൻ മാറ്റുവാണേ. എന്നോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രീ സ്ട്രീം ലൈൻസ് ഇഫ് ദ സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ഓഫ് എ സോഴ്സ്, ഒരു സോഴ്സിൻ്റെ സ്ട്രീം ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ഇൻ്റർചേഞ്ച് ചെയ്താൽ റിസൾട്ടിംഗ് ഫ്ലോ വിൽ ബി എ സിങ്ക്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സോഴ്സ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഈസ് മൈ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ്. ഓക്കെ, ഇനി എൻ്റെ സോഴ്സിൻ്റെ സ്ട്രീം ലൈൻസ് ഞാൻ വരയ്ക്കാൻ പോവാണ്. ദാറ്റ് ഇസ് റേഡിയലി ഔട്ട്വേർഡ്. ഇസ് ഇറ്റ്? ദേ നോക്കൂ, റേഡിയലി ഔട്ട്വേർഡ്. ഇതാണ് എൻ്റെ സോഴ്സ്. ഓക്കെ, ദിസ് ഈസ് മൈ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ദിസ് ഈസ് മൈ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. അവർ പറഞ്ഞേക്കുന്നു ഈ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും സ്ട്രീം ലൈൻസും ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് വരയ്ക്കാം. ഞാൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈനിനെ തിരിച്ചും മറ്റതിനെ വരയ്ക്കുവാണേ. ഓക്കെ, ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനെ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതെന്തായി? ഇതൊരു ഫ്രീ വോർട്ടെക്സ് ഫ്ലോ ആയി. ഫ്രീ വോർട്ടെക്സ് ഫ്ലോ. ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഒരു സിങ്ക് അല്ല. ദിസ് ഇസ് നോട്ട് എ സിങ്ക്. സോ അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റായി. ഓക്കെ, എന്താ എത്ര മണിയാടെ? ഇത് കുറേ ഉണ്ട്. ഒരു ഫുൾ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നോട് പറഞ്ഞേക്കാം. അതിനകത്ത് ഞാൻ ആപ്റ്റിറ്റ്യൂഡ് മാറ്റി, മാത്സ് മാറ്റി. ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ആയിട്ടുള്ളൂ. ഇനി 17, 18, 19, 21, 22, 23, 24, 26, 27 ഒത്തിരി ഉണ്ട്. ദേവിക അടുത്ത് ചോദിക്കട്ടെ എല്ലാം എടുക്കട്ടാന്ന്? അതോ എടുക്കട്ടെ? ആ, ബിക്കോസ് എല്ലാ ചാനലുകാരും ഇത്രയും എന്താണ് എടുക്കുന്നത്, അത്രയും ഉണ്ട്. സോ നമുക്ക് ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫോർ എ കർവ്ഡ് സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സ്റ്റേഷനറി ലിക്വിഡ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഓൺ ദ കർവ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് എബോവ് ഇറ്റ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഞാൻ എഫ് എക്സ് എന്ന് കാണിക്കുവാണ്, എഫ് വി എന്ന് കാണിക്കുവാണ് കേട്ടോ. ദാറ്റ് ഈസ് റോ ജി ഇൻറ്റു വി ബാർ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു ദിസ് ഈസ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആകും അല്ലേ? പിന്നെന്താണ്? അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റാണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. ഫോർ ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ്, momentum correction factor for laminar flow is larger than that of turbulent flow. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുകയാണ് എൻ്റെ വെലോസിറ്റി പ്രൊഫൈൽ. ആദ്യം ഞാനൊന്ന് വെലോസിറ്റി പ്രൊഫൈൽ പറയാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിൽ എഴുതാം. എൻ്റെ വെലോസിറ്റി പ്രൊഫൈൽ ഞാൻ പറയാം. ഓക്കെ, എൻ്റെ വെലോസിറ്റി പ്രൊഫൈൽ ഈസ് ഓക്കെ. സോ ഫോർ ലാമിനാർ ഫ്ലോ ഈസ് പരാബോളിക് ആണ്. ലാമിനാർ ഫ്ലോ പരാബോളിക് ആണ്. ടർബുലൻറ്റ് ഫ്ലോ എന്താണ്? വെലോസിറ്റി പ്രൊഫൈൽ ഈസ് ടർബുലൻറ്റ് ഫ്ലോ. ഇറ്റ് ഈസ് ലോഗരിതമിക്.
ഇത്രയും ഓക്കെയാണ്. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ഇത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഫോർ ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പിൽ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ ഫോർ ലാമിനാർ ഫ്ലോ ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ എന്നാണ് പറയുന്നത്. ഞാൻ ആ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ ഒന്ന് എഴുതുവാണ്. മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ okay, for turbulent flow it is 1.2. turbulent flow it is 1.2 and laminar flow it is 1.33. laminar flow എത്ര വരും? എനിക്ക് 4/3 അല്ലെങ്കിൽ 1.33 എന്ന് വരും. സോ പറഞ്ഞേക്കുന്ന പോലെ മൊമെൻറ്റം കറക്ഷൻ ഫാക്ടർ ഫോർ ലാമിനാർ ഫ്ലോ ഈസ് ലാർജർ. ഒബ്വിയസ്ലി മൊമെൻറ്റം കറക്ഷൻ ഫോർ ലാമിനാർ ഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ ടർബുലൻറ്റ് ഫ്ലോ. ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. സോ ഇതിൻ്റെ ആൻസർ എന്തൊക്കെ വരും? ഓപ്ഷൻ സി ആൻഡ് ഡി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് pressure in a pipe at x is to be measured by an open manometer as shown in the figure. Figure ഞാൻ വരയ്ക്കാം. Fluid A is oil with a specific gravity 0.8 and fluid B is mercury with a specific gravity 13.6. Absolute pressure at x is dash kilonewton per meter square. Rounded off to 1 decimal place. Assume density of the water 1000 kilogram per meter cube and acceleration due to gravity 9.81 meter per second square. And atmospheric pressure as 101.3 kilonewton per meter square. ഓക്കെ, പ്രഷർ ഇൻ ദ പൈപ്പ് എക്സ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് നോക്കാം. സോ എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പ്രഷർ ഇൻ എ പൈപ്പ് എക്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് ഫിഗർ. സോ ഞാൻ പൈപ്പ് എക്സിലെ പ്രഷർ, ഈ ഒരു പൈപ്പ് എക്സിലെ പ്രഷറാണ് എന്നോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ ഞാൻ കണ്ടുപിടിക്കുക പ്രഷർ അറ്റ് എക്സ്. ഓക്കെ, പ്രഷർ അറ്റ് എക്സ് മൈനസ് ഇവിടെ എന്താണ്? ഓയിലാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ റോ ജി എച്ച് ആണല്ലോ. മൈനസ് എന്താണ്? റോ 800 ഇൻറ്റു 9.81 ഇൻറ്റു ആ ഹെച്ച്. ഹെച്ച് എന്ന് പറഞ്ഞാൽ 0.75 ഇൻറ്റു 0.75. കണ്ടോ,
ഈ ഡിസ്റ്റൻസ് വരെ ഇറ്റ് ഈസ് 0.75 അല്ലേ. ഇനി മൈനസ് എൻ്റെ മെർക്കുറി. ഓക്കെ, എൻ്റെ മെർക്കുറി എന്താണ്? മെർക്കുറിയുടെ റോ എന്താ പറഞ്ഞേക്കുന്നത്? റോ ഓഫ് മെർക്കുറി ഈസ് 13.6 ഇൻറ്റു 10 ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ 9.81 ഇൻറ്റു ആ ഒരു ഹൈറ്റ് എങ്ങനെ വരും എനിക്ക്? ഹൈറ്റ് ഈസ് 0.25. 0.25 കണ്ടോ? പി എക്സ് മൈനസ് ഡെൻസിറ്റി ഓഫ് ഓയിൽ മൾട്ടിപ്ലൈഡ് ബൈ 9.81 ഇൻറ്റു ദാറ്റ് ഹൈറ്റ് 0.75 മൾട്ടിപ്ലൈഡ് ബൈ മെർക്കുറി ഇൻറ്റു 9.81 മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ഹൈറ്റ്സ് 0.25. ഇതിന് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ എന്താണ്, ഇവിടെ പി അറ്റ്മോസ്ഫിയറിക് ആണ്. പി അറ്റ്മോസ്ഫിയർ, അതായത് ഇതിൻ്റെ തുമ്പറ്റത്ത് അറ്റ്മോസ്ഫിയറിക് അല്ലേ, ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക്. ഇത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. പി എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് വരും 101.3 ഇൻറ്റു 10 ക്യൂബ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എനിക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പ്ലസ് 800 ഇൻറ്റു 9.81 ഇൻറ്റു 0.75 പ്ലസ് 13.6 ദാറ്റ് ഈസ് 13600 ഇൻറ്റു 9.81 ഇൻറ്റു 0.25. ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 140,540 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 140.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 140. ദിസ് ഈസ് മൈ ആൻസർ. ആൻസർ ഈസ് 140.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ സിംഗിളി RCC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കൺസിഡർ ദ സിംഗിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഓഫ് എ കാൻഡിലിവേർഡ് കോൺക്രീറ്റ് ബീം അണ്ടർ ബെൻഡിങ് ആസ് ഷോണിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കാം. M25 ഗ്രേഡ് കോൺക്രീറ്റ്, FE 415 ഗ്രേഡ് സ്റ്റീൽ. Stress block parameters for the section at ultimate limit state as per IS 456-2000 notations are given. Ultimate moment of resistance for the section by limit state method is dash kilonewton meter. Round off to 1 decimal place. Note here A is എന്ന് പറഞ്ഞാൽ total area of tension steel bars ആണ്, B width of the section ആണ്, D effective depth of the bars ആണ്, FCK is the characteristic compressive cube strength of concrete, FY yield stress of steel ആണ്, XU is the depth of neutral axis. ഞാൻ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ കാണിച്ചേക്കുന്ന പോലെ ദർ ആർ 3 numbers of 28 mm ഡയമീറ്റർ ബാർസ് ഉണ്ട്. ഇതാണ്. ഇത് 45 mm എഫക്റ്റീവ് കവർ കാണിച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ്ത്തും ഡെപ്ത്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഞാനിവിടുന്ന് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ടു കാൽക്കുലേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഓക്കെ, അപ്പോൾ ഞാൻ തന്നേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെഴുതുകയാണ്. ഈ ഫിഗറിൽ നിന്നാണ് ഞാനിതെല്ലാം എടുത്തെഴുതാൻ പോകുന്നത്. ഗിവൺ ബി ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 300 mm. ബി ഈസ് ഈക്വൽ ടു 300 mm. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഓവറാൾ ഡെപ്ത് ഡി. ഓക്കെ, ഓവറാൾ ഡെപ്ത് ഡി പറഞ്ഞേക്കുന്നുണ്ടോ? 600 mm. ഓവറാൾ ഡെപ്ത് ഡി ഈസ് ഗിവൺ ആസ് 600 mm. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ കവർ എത്ര തന്നിട്ടുണ്ട്? എനിക്ക് 45 mm ക്ലിയർ കവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് ഓക്കെ, എഫക്റ്റീവ് ഡെപ്തിന് ഞാൻ ഡി എന്ന് കൊടുക്കുകയാണ്. ഡി ഈസ് ഈക്വൽ ടു 600 മൈനസ്, നോക്കിയേ എൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ടോട്ടൽ ഡെപ്ത് ഈസ് 600 mm. ഈ ഒരു ക്ലിയർ കവർ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എഫക്റ്റീവ് കവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 45 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് 600 മൈനസ് 45.
D 600 minus 45 which is equal to 555 mm കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഏരിയ ഓഫ് ദ സ്റ്റീൽ കണ്ടുപിടിക്കുക. എനിക്ക് എത്രയുണ്ട്? 3 നമ്പർ ഓഫ് 28 mm ഡയമീറ്റർ ബാസ് ഉണ്ട്. കണ്ടോ, എനിക്ക് 3 സ്റ്റീൽ നമ്പർ ഓഫ് 28 mm ഡയമീറ്റർ ബാസ് ഉണ്ട്. അതിൻ്റെ ഏരിയ ഓഫ് ദ സ്റ്റീൽ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഏരിയ ഓഫ് സ്റ്റീൽ അതിനെ ഞാൻ AST എന്ന് വിളിക്കുവാണ്. AST ഈസ് ഈക്വൽ ടു, എനിക്ക് 3 നമ്പേഴ്സ് ഉണ്ട്, π/4 ഇൻറ്റു 28 ആണ് അവരുടെ ഡയമീറ്റർ. അപ്പോൾ 1847.3 mm² കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ്. ഇനി ഞാൻ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുകയാണ്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുവാണ് 0.36 FCK BXU ഈസ് ഈക്വൽ ടു 0.87 FY AST. ഓക്കെ, സോ 0.36 ഇൻറ്റു എൻ്റെ FCK എത്രയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേക്കുന്നത്? 25. ദ FCK ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. M25 ഗ്രേഡ് കോൺക്രീറ്റും ആണ്. FE 415 ആണ്. M25 ആണ്, FE 415 ആണ്. ഓക്കെ, 0.36 ഇൻറ്റു FCK എനിക്ക് എത്ര എഴുതാം? അപ്പോൾ 25 മൾട്ടിപ്ലൈഡ് ബൈ B. B എനിക്ക് എത്രയുണ്ട്? B ഈസ് ഈക്വൽ ടു 300 mm. 300 ഇൻറ്റു XU ഈസ് ഈക്വൽ ടു 0.87. FY എത്രയാണ്? 415. 415 ഇൻറ്റു ഏരിയ ഓഫ് ദ സ്റ്റീൽ നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 1847.3. ഇത് ചെയ്യുമ്പോൾ എനിക്ക് XU കിട്ടും. XU ഈസ് ഈക്വൽ ടു 247.02 mm. ഇതാണ് എൻ്റെ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ്. ഇനി ഇത് ഞാൻ മാറ്റിയാണ്. ഓക്കെ, എൻ്റെ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് ഞാൻ കണ്ടുപിടിച്ചു. സോ നമ്മൾ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമ്മൾ XU ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവാം. ദാറ്റ് ഈസ് XU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.48 D ആണല്ലേ. ഇവിടെ തന്ന സ്പെക്ക് അനുസരിച്ച് നമുക്ക് 0.48 D എന്നാണ് എഴുതാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് 0.48 ഇൻറ്റു എനിക്ക് എത്രയാണ് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ എഫക്റ്റീവ് ഡെപ്ത്? 555. അത് ചെയ്യുമ്പോൾ എനിക്ക് 266.4 mm കിട്ടും. 266.4 mm കിട്ടും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ XU. 247നേക്കാളും ഗ്രേറ്റർ അല്ലേ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ XU. എൻ്റെ XU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ XU ആണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മളിവിടെ XU ലിമിറ്റ് കണ്ടുപിടിച്ചു, നേരത്തെ XU കണ്ടുപിടിച്ചു. എൻ്റെ XU ലിമിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ XU. ദാറ്റ് ഈസ് ഇങ്ങനെ എനിക്ക് എഴുതിക്കൂടെ? XU ഈസ് ലെസ് ദാൻ XU ലിമിറ്റ്. ഹെൻസ് നിങ്ങൾക്ക് എന്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, ഇനി ഞാൻ ഇത്ര പോർഷൻ മായ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണെന്ന് മനസ്സിലായി. ഇനി ഞാൻ എൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MR കണ്ടുപിടിക്കുകയാണ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് MR ഈസ് ഈക്വൽ ടു എനിക്ക് 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU. ഓക്കെ, അപ്പോൾ ഞാനിതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുകയാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. 0.36 ഇൻറ്റു FCK എത്രയാ? 25 ഇൻറ്റു B 200 കിട്ടി. ഓക്കെ, XU എനിക്ക് നേരത്തെ എത്ര കിട്ടിയായിരുന്നു? XU ഈസ് ഈക്വൽ ടു നമുക്ക് 247.02 mm കിട്ടിയായിരുന്നു. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 247.02 ഇൻറ്റു D. എഫക്റ്റീവ് ഡെപ്ത് D എനിക്ക് എത്രയാണ് ഞാൻ കണ്ടുപിടിച്ചത്? 555 മൈനസ് 0.42 ഇൻറ്റു 247.02. ഓക്കെ, ഇത് ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 300,96405.9.6 ന്യൂട്ടൺ മില്ലിമീറ്റർ. അപ്പോൾ ഇതിനെനിക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലാക്കണമെങ്കിൽ 300.96 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് എൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. കണ്ടോ, എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അൾട്ടിമേറ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. സോ I have found that.
300.96 kilonewton meter. ഇങ്ങനെയാണ് നമ്മൾ RCCയിലെ ആ പ്രോബ്ലം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. M20 concrete as per IS 456-2000 refers to concrete with a design mix having an average cube strength of 20 megapascal, average cylindrical strength of 20 megapascal, 5% cube strength of 20 megapascal, 5% cylindrical strength of 20 megapascal. എന്താണ് ആൻസർ? The answer is C, 5% cube strength of 20 megapascal. അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സർക്കുലർ പൈൽ ഓഫ് ഡയമീറ്റർ, ജിയോ ടെക്നിക്കലിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സർക്കുലർ പൈൽ ഓഫ് ഡയമീറ്റർ 0.6 meter and length 8 meter was constructed in a cohesive soil stratum having the following property. Bulk unit weight 19 kilonewton per meter cube, angle of internal friction 0 and cohesion 25 kilopascal. Allowable load on the pile can carry with a factor of safety of 3 is dash kilonewton. Rounded off to 1 decimal place. Adopt adhesion factor alpha 1 bearing capacity factor NC9 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? allowable load on the pile that can carry with a factor of safety. allowable load ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം Q കണ്ടുപിടിക്കാം. QUP എന്ന് ഞാൻ എഴുതുവാണ്, which is equal to 9CAB plus alpha C bar into AS. Okay, that is 9C into ഞാൻ ABനെ π/4 d square എന്ന് എഴുതുവാണ്. ഓക്കെ, π/4 d square plus ആൽഫ C bar into AS. ASന് നമുക്ക് എഴുതാം. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, 9 into cohesion 25 kilopascal എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 25 into π/4 into d square. Diameter 0.6 square. That is 0.6 square plus adhesion factor ആൽഫ പറഞ്ഞിട്ടുണ്ട് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ adhesion factor ആൽഫ ഞാൻ 1 കൊടുത്തു. കൊഹഷൻ എന്താ പറഞ്ഞേക്കുന്നത്? 25 kilopascal എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 into AS ഞാൻ കൊടുക്കുവാണ്. AS is equal to പൈ ഇൻറ്റു 0.6 ഇൻറ്റു 8 അല്ലേ? പൈ ഇൻറ്റു 0.6, അതിൻ്റെ ഡയമീറ്റർ 0.6ഉം ലെങ്ത് 8ഉം ആണ്. സോ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 440.608 kilonewton എന്ന് കിട്ടും. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എന്നോട് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞേക്കുന്നത്? അലൗബിൾ ലോഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഞാൻ അലൗബിൾ ലോഡ് കണ്ടുപിടിക്കുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് അലൗബിൾ ലോഡ്. അലൗബിൾ ലോഡാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അലൗബിൾ ലോഡ് QAP എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ 440.608 ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 3. സോ ദ ആൻസർ ഈസ് 146.87 kilonewton. ഇതാണ് എൻ്റെ ആൻസർ, 146.87 kilonewton. ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻ അൺകൺഫൈൻഡ് കംപ്രഷൻ സ്ട്രെങ്ത് ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺ എ കൊഹസീവ് സോയിൽ. ഒരു കൊഹസീവ് സോയിലിൽ അൺകൺഫൈൻഡ് കംപ്രഷൻ സ്ട്രെങ്ത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ടെസ്റ്റ് സ്പെസിമെൻ ഫെയിൽഡ് അറ്റ് ആൻ ആക്സിയൽ സ്ട്രെസ് ഓഫ് 76 kilopascal. അൺഡ്രെയിൻഡ് കൊഹഷൻ ഓഫ് ദ സോയിലാണ് ചോദിച്ചേക്കുന്നത്. ദ അൺഡ്രെയിൻഡ് കൊഹഷൻ ഓഫ് ദ സോയിൽ. സോ C ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ 2 അല്ലേ? സോ എൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 76/2. സോ അൺഡ്രെയിൻഡ് കൊഹഷൻ എനിക്ക് എത്ര കിട്ടും? 38 kilopascal. ഇതാണ് എൻ്റെ അൺഡ്രെയിൻഡ് കൊഹഷൻ, 38 kilopascal. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ point O indicate stress point of a soil element at initial non-hydrostatic stress condition. For the stress path OP, which of the following loading condition is correct എന്നാണ് ചോദിച്ചേക്കുന്നത്. Sigma V is increasing and sigma H is constant. Sigma V is constant and sigma H is increasing. Sigma V is increasing and sigma H is decreasing. Sigma V is decreasing and sigma H is increasing. Okay.
സോ ഞാൻ തന്നേക്കുന്ന ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് മൈ ഫിഗർ. So this is the figure. അപ്പോൾ നമുക്ക് നോക്കാം. Q is equal to sigma V minus sigma H by 2. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് P is equal to നമുക്ക് എന്തെഴുതാം, സിഗ്മ വി പ്ലസ് സിഗ്മ എച്ച് ബൈ 2. അപ്പോൾ എനിവേ ഇവിടെ സിഗ്മ എച്ചും സിഗ്മ വിയും ആണ് അല്ലേ. സോ ആ പറഞ്ഞേക്കുന്ന രീതിയിൽ സിഗ്മ എച്ച് നോക്കിയേ, ഇങ്ങനെയാണ് പോയേക്കുന്നത്. This is sigma H, this is sigma V. So, sigma H is a constant and sigma V is increasing. Option A is correct. Is it? Okay.